ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പത്മനാഭപുരം കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ഉടനെ തന്നെ ഇടതുഭാഗത്തായി ടിക്കറ്റ് കൗണ്ടർ കാണാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത അറിയാമായിരിക്കും. നമ്മുടെ ലാലേട്ടൻ്റെ മണിച്ചിത്രത്താഴ് സിനിമ ഷൂട്ടിംഗ് ചെയ്തതെല്ലാം ഈ കൊട്ടാരത്തിൽ വെച്ചാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ പത്മനാഭപുരത്താണ് പത്മനാഭപുരം കൊട്ടാരം എന്നറിയപ്പെടുന്ന കൽക്കുളം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രശസ്തമായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വസിച്ചിരുന്നത് ഈ പുണ്യസ്ഥലത്താണ്. മാർത്താണ്ഡവർമ്മ രാജാവ് തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് ഈ കൊട്ടാരം സമർപ്പിച്ചിരുന്നു. അങ്ങനെയാണ് കൽക്കുളം കൊട്ടാരം പിൻകാലത്ത് പത്മനാഭപുരം കൊട്ടാരം എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെ മുൻ തലസ്ഥാന നഗരമാണ് പത്മനാഭപുരം. അതുകൊണ്ടാണ് ഈ കൊട്ടാരത്തിന് പത്മനാഭപുരം കൊട്ടാരം എന്ന് പേര് വരാൻ കാരണമെന്നും ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. പൂർണ്ണമായും തമിഴ്നാട് സംസ്ഥാനത്താൽ ചുറ്റപ്പെട്ട ഈ കൊട്ടാരം ഇപ്പോഴും കേരളത്തിൻ്റെ ഭാഗമാണ്. കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുമാണ്. നാഗർകോവിൽ നിന്നും 20 കിലോമീറ്ററും കന്യാകുമാരി പട്ടണത്തിൽ നിന്നും 39 കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് 52 കിലോമീറ്ററും അകലെയാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. വേണാട് ഭരിച്ചിരുന്ന ഇരവിവർമ്മ കുലശേഖര പെരുന്നാളാണ് CE 1601 ഈ കൊട്ടാരം നിർമ്മിച്ചത്. പിൻകാലത്ത് മാർത്താണ്ഡവർമ്മ രാജാവ് ഈ കൊട്ടാരത്തെ പുനർനിർമ്മിച്ചു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1795-ൽ തിരുവിതാംകൂറിന്റെ തലസ്ഥാനം ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ പത്മനാഭപുരം കൊട്ടാരത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വിശേഷങ്ങളുമായി അടുത്ത സ്ഥലങ്ങളിൽ